ഇന്ന് 25/1/2026 ഞങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു സുന്ദര ദിനം. ഇന്ന് എങ്ങോട്ട് നമ്മൾ പോണേ? നമ്മൾ കണ്ണൂർ. ഞങ്ങളിന്ന് കണ്ണൂർ പോവാണ്. ഞങ്ങൾ മാത്രമല്ല 18 ആളുണ്ട്. കണ്ണൂരിൽ പോവാണ്. സ്നേഹ വീട്ടിലെ മുബിയുടെ മോളെ കല്യാണമാണ്. ഇതൊക്കെ സ്നേഹ വീട്ടിലെ കുട്ടികളാട്ടോ. യാത്രാമധ്യേ ചായ കുടിക്കാൻ ഇറങ്ങിയതാ. ചായ മാത്രമല്ല, ഇഡ്ഡലി, ദോശ, ചട്നി ഇതെല്ലാം ഞങ്ങൾക്ക് സമ്മാനിച്ചത് ആരറിയോ? ബേബി, ഷുക്കൂർ ആൻഡ് ഫാമിലി. ഒരുപാട് താങ്ക്സ്. ഈ ഒരുമിച്ചുള്ള യാത്ര വല്ലാത്തൊരു വൈബാണല്ലേ. കണ്ണൂരെത്തിട്ടോ. ഇവിടെയാണ് മുബിയുടെ മോളെ വിവാഹം. കണ്ണൂരുള്ളത് ഇരിക്കേണ്ട മോളെ കല്യാണത്തിലാണ്. അടിച്ചു പൊളിക്കണ്ടേ? നിങ്ങൾ കണ്ണൂർ വന്നിക്കാ, കണ്ണൂരിലെ കല്യാണത്തിൽ കൂടിക്കാ. പൊളിയാണ്, ഒന്നും പറയാനില്ല. എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. ഇതൊക്കെ കൂടെ വന്ന് സ്നേഹ വീട്ടിലെ മുത്തുമണികളാണ്. മാഷാ അല്ലാ, എല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോൾ വലിയ സന്തോഷം. ഇനി മുബീനെ കാണണം. മുബി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇത് ആരിഫ് അഫ്സൽ, സുധീർ ഖായ്. ഇന്ന് കണ്ണൂരാണുള്ളത്. നമ്മുടെ മുബിയുടെ മോളെ വിവാഹമാണ്. സ്നേഹ വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷമാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മുടെ ഹന്നമോളെ ഈ യാത്രയിൽ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അവർ വന്നിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ അസ്ഫറുന്നീസാൻ്റെ മക്കളാണ്. ഈ കാണുന്ന നമ്മുടെ സുനിൽജി, തൊട്ടടുത്ത് ജുനൈദ്, പിന്നെ നമ്മുടെ ഷിഹാബ്. എല്ലാവരും റെഡിയാണ്. അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങളുടെ കയ്യിൽ നല്ലൊരു സമ്മാനമുണ്ട് മുബിക്ക് കൊടുക്കാൻ. ഒരു ക്യാഷ് പ്രൈസാണ്. അതങ്ങോട്ട് കൊടുക്കാം, എന്നിട്ട് സംസാരിക്കാം. നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, കണ്ണൂരുള്ള മുബിനെ എങ്ങനെയാണ് പരിചയം? അത് വലിയൊരു കഥയാണ്, പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ സമ്മാനം ആര് കൊടുക്കും? എല്ലാവരും പറഞ്ഞ് സാധിക്ക കൊടുത്തോ? വേണ്ട, ഞാൻ കൊടുക്കൂല. അസ്ഫറുന്നീസാൻ്റെ വലിയ മോളാണ് കൊടുത്തത്. സ്നേഹവീട് എന്നൊരു വെറൈറ്റിയാണ്. സമ്മാനമൊക്കെ വാങ്ങിച്ചപ്പോൾ മുബി അങ്ങോട്ട് കരഞ്ഞു. അത് ഞങ്ങളെ വല്ലാതെ സങ്കടപ്പെടുത്തി. എന്താ മുബി കരഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ മുബി പറഞ്ഞത് അതിലേറെ സങ്കടപ്പെടുത്തി. നിങ്ങളൊക്കെ വന്നില്ലേ എത്രയും ദൂരത്തുനിന്ന്, നിങ്ങളൊക്കെ സ്നേഹം കണ്ടിട്ട് കരഞ്ഞതാണെന്ന്. ഈ ഇരിക്കുന്ന ആരറിയോ? അനിൽ, നമ്മുടെ സുനിൽ, സുധീർ ഖായ്. സഫാൻ ഓടി വന്നു കേട്ടോ. പിന്നെ സെൽഫി എടുക്കണ്, വീഡിയോ എടുക്കണ്, അടിച്ചങ്ങോട്ട് പൊളിക്കണേ. ഈ സ്നേഹം എന്ന് പറയുന്നത് മൂടി വെക്കാനുള്ളതല്ല, അത് നമ്മൾ ഓപ്പണായിട്ട് നൽകാനുള്ളതാണ്. സ്നേഹം മറ്റൊരാൾക്ക് നൽകുമ്പോഴേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഫുഡ് അടിപൊളി ബിരിയാണി, ചിക്കൻ ബിരിയാണി. അതിനു മുമ്പ് വേറൊരു ഫുഡും കൂടി ഉണ്ട്, അലീസ. അത് അതിലേറെ പൊളി. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഒന്ന് പുറത്തേക്ക് വന്നു. എന്തിനാണെന്നറിയോ? സ്നേഹ വീട്ടിലെ ഓരോ ആളുകളെയും പരിചയപ്പെടുത്താൻ വേണ്ടി. ഇപ്പം പരിചയപ്പെടുത്തി തരാം കേട്ടോ. 2015 സ്നേഹവീട് ഫോം ചെയ്യുന്നത്. ദുബായ് ജബീൽ പാർക്കിൽ വെച്ചായിരുന്നു അതിൻ്റെ ലോഗോ പ്രകാശനം. സ്നേഹശൂന്യതയ്ക്ക് ഒരു പരിഹാരം, അതാണ് സ്നേഹവീട്. ഇത് നമ്മുടെ മാനുക്ക, മനാഫ്ക, അതുപോലെ നമ്മുടെ ബുഷ്റത്തുണ്ട്, മാനുക്കൻ്റെ വൈഫുണ്ട്. ഇവരൊക്കെ കല്യാണത്തിന് പങ്കെടുക്കാൻ വന്ന കേട്ടോ. ഇതാണ് നമ്മുടെ പുതിയണ്ണ്, നമ്മുടെ മുബിയുടെ മോള്. എങ്ങനെയുണ്ട്? മൊഞ്ചത്തിയല്ലേ? അപ്പോൾ ആദ്യം കൊടുത്ത ഗിഫ്റ്റ് മുബിക്കുള്ളതാ. ഇനി കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് നമ്മുടെ മൊഞ്ചത്തിക്കുള്ളതാ. പുയ്യാപ്പിളെത്തുന്നേ ഉള്ളൂ കേട്ടാ. മുബിൻ്റെ മക്കള് നല്ല സ്വഭാവം കേട്ടോ, എനിക്കൊരുപാട് ഇഷ്ടമായി. ഇവരൊക്കെ കല്യാണത്തിന് വന്നതാ, കണ്ണൂരിലെ മൊഞ്ചത്തിമാരും മൊഞ്ചന്മാരും. ഇത് മുബിയുടെ മോനാണ് കേട്ടോ, സ്നേഹനിധിയാണ്. എന്നെ ഒരുപാട് ഇഷ്ടമാണ് അവന്. ഈ കുട്ടികൾ എങ്ങനെയുണ്ട്? ഇത് മുബിയുടെ പേരക്കുട്ടി.
വിസ്മയ കോട്ടകം, ബേബി മലപ്പുറം, നസീബ വെള്ളാമ്പുറം, സുറനിസ നിലമ്പൂർ, ജിഷ്ണ കൽക്കുളം, സുനിത പ്രകാശ് മുക്കേട്, സംഗീത മലപ്പുറം, വണ്ടൂർ. സുധീർ പാണ്ടിക്കാട്, നിൽകുമാർ അരിക്കുളം, ആരിഫ് എടപ്പാട്, സഫാൻ പാണ്ടിക്കാട്, ഷാവുദാമി, ജിനു ഫ്രം അരീകോട്, സുനിൽ കൊലാണ്ടി, കൂർ കോട്ടക്കാട്.